ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ രീതിയാണ്. യോക്ക് പാർട്ടിൽ ഞൊറിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ രീതിയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തേക്കുന്ന യോക്ക് പാർട്ടിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണിത്. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ഷോൾഡറും കൈക്കുഴിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിടുക. ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആണ് നമ്മൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തുന്നത്. അതേ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താൻ. ലെങ്ത് ഞാനിവിടെ 16 എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് ഞാനിവിടെ 3 എടുത്തിരിക്കുന്നത്. ഷോൾഡർ, അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് അളവ് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ഷേപ്പ് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച് ഇതുപോലെ ഒന്ന് താഴേന്ന് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഷേപ്പിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ബ്രസ്റ്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ അടയാളപ്പെടുത്തിക്കൊള്ളാം. ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം നമുക്കൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാനിവിടെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് കുറച്ച് വളച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ കൈക്കുഴി നല്ല പെർഫെക്ഷൻ ഇരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതുപോലെ മറ്റേ യോക്ക് പാർട്ട് മടക്കിയിട്ടതുപോലെ തന്നെ ഇതുപോലെ 4 മടക്കിയിടുക. അതിനുശേഷം സ്ലീവിന് ലെങ്ത് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് വിഡ്ത്ത് 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അത് വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴത്തെ വിഡ്ത്ത് എത്രയാണോ അതും അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ കൈയുടെ അളവും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, യോക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. സ്കർട്ട് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണോ ലെങ്ത് 38 എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 38 എടുത്ത് 2 മെറ്റീരിയലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഞൊറിട്ട് എടുക്കേണ്ടതുകൊണ്ട് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്താണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്. ബാക്ക് പാർട്ട് 44 ഇഞ്ച് വരും. മെറ്റീരിയലിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ 44 വിഡ്ത്തുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ ആ വിഡ്ത്തിൽ തന്നെയാണ് ഞാനിവിടെ സ്കർട്ട് പാർട്ടിന് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്ക് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾ പോയി കാണുക. ഞാൻ ആദ്യം ഇവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെക്ക് ഒന്ന് അടിച്ചു മറിച്ചെടുക്കാം. ക്രോസ് പീസ് വെച്ച് ഞാനിവിടെ അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീട്ടിലിട്ടാലും നല്ല ഭംഗിയായിരിക്കും. നെറ്റി മെറ്റീരിയൽ കൊണ്ടൊക്കെ നമുക്കിതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വീടുകളിലിടാം. നെറ്റി ഇപ്പം കൂടുതലും ആൾക്കാർ നെറ്റി യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ മോഡലിലൊക്കെ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വീടുകളിൽ കൂടി ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് അടിച്ചു മറിക്കാം. അടിച്ചു മറിക്കുമ്പോൾ നമ്മൾ ബാക്ക് നെക്ക് അടിച്ചു മറിച്ച് സ്റ്റിച്ച് ചെയ്യാറില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഷോൾഡർ അടിക്കാനുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൊത്തിട്ട് കൊടുക്കണം. ഇതുപോലെ ഫുള്ള് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ആ പൈപ്പിങ്ങിൽ കൂടി മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രോസ് പീസിൽ കൂടി മാത്രം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നെക്കിലേക്ക് സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ ക്രോസ് പീസ് മാത്രം സ്റ്റിച്ചിങ് വീഴുന്ന രീതിയിൽ എടുക്കുകയാണ്. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് ഉള്ളിലേക്ക് ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമുക്ക് ക്രോസ് പീസിൻ്റെ അരികത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് മാത്രമാണ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ക്രോസ് പീസ് ഇതുപോലെ ക്രോസ് പീസിൻ്റെ അരികിൽ കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നെക്കുമായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. ബാക്ക് പീസ് നമ്മൾ ലാസ്റ്റാണ് അടിക്കുന്നത്. നമുക്ക് ഇനി സ്കർട്ട് പാർട്ടിലേക്ക് ഈ യോക്ക് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കർട്ട് പാർട്ടിൽ നമ്മൾ ഞൊറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ അളവിൽ ഇതുപോലെ നമുക്ക് ഫുള്ള് ഞൊറിട്ടെടുക്കാം. ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതുപോലെ ഞൊറിട്ടെടുക്കാം. ഇത് നമുക്ക് വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ബിഗിനേഴ്സിന് വരെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ടോപ്പ്. ബാക്കും ഫ്രണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഞൊറിട്ടെടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തു വയ്ക്കുക. ബാക്ക് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലേക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് ക്രോസ് പീസ് മാത്രം പിന്നെ സ്റ്റിച്ചിങ് വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടും വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ക്രോസ് പീസ് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഇതുപോലെ അടിച്ചു കൊടുക്കുക. രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം ബാക്ക് പാർട്ട് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് ആ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റിനായിട്ട് ഇരുന്നോളും. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് പുറത്തേക്ക് വരില്ല, നൂലൊന്നും വലിഞ്ഞിരിക്കത്തില്ല. ഷോൾഡറിൽ ഞാനിവിടെ 2 സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഇതുപോലെ 2 സ്റ്റിച്ചിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇത് വിടുത്തി നോക്കാം. ഇതുപോലെ വിടുത്തി നോക്കുക. വിടുത്തി നോക്കുമ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ വരും, ഉള്ളിലേക്ക് വരും ക്രോസ് പീസ്. ഇതുപോലെ ഉള്ളിലേക്ക് വന്ന് നമുക്കിനി ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് വെച്ച് അരികത്തൂടെ ഇതുപോലെ അടിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ട് അടിക്കാഞ്ഞത്. ഇതുപോലെ ബാക്ക് പാർട്ട് അടിച്ചതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സാധാരണ സ്ലീവ് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഇതുപോലെ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗത്ത് ഷോൾഡർ വരുന്ന ഭാഗത്ത് സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. കുത്തിട്ട് കൊടുത്തേക്കുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൈക്കുഴി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് മറിച്ചിട്ടിട്ട് അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മറുപുറം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറിച്ചിടുക. അതിനുശേഷം ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം താഴെ നിന്നും ഇതുപോലെ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് വന്ന് താഴേക്ക് വീണ്ടും വന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗം രണ്ടും കറക്റ്റിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ലെവൽ ചെയ്തിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, അപ്പോഴേ നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് മറ്റുള്ളവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.